നമസ്കാരം. നമുക്ക് ഇന്റഗ്രൽ ട്രാൻസ്ഫോമിൻ്റെ നെക്സ്റ്റ് മോഡ്യൂൾ ആരംഭിക്കാം. മോഡ്യൂൾ 2 ഫോറിയർ അനാലിസിസ്. In mathematics, Fourier analysis is the study of the way in which general functions may be represented or approximated by sums of simpler trigonometric functions. ഏത് തരം ജനറൽ ഫങ്ഷൻസിനെയും ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് യൂസ് ചെയ്തുകൊണ്ട് അപ്രോക്സിമേറ്റ് ചെയ്യാം. ആ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റിനെയാണ് ഫോറിയർ അനാലിസിസ് എന്ന് വിളിക്കുക. Using Fourier, a general function can be decomposed into trigonometric or exponential functions with definite frequencies. There are two types of Fourier expansions: Fourier series and Fourier transform. Fourier series എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ പീരിയോഡിക് ആണെങ്കിൽ അപ്ലൈ ചെയ്യും. ഫോറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് നോൺ പീരിയോഡിക് ആയ ഫംഗ്ഷൻസിന് അപ്ലൈ ചെയ്യും. അപ്പോൾ എല്ലാതരം ഫംഗ്ഷൻസിനും ഫോറിയർ എക്സ്പാൻഷൻസ് എഴുതാം. അത് പീരിയോഡിക് ആണെങ്കിൽ ഫോറിയർ സീരീസും നോൺ പീരിയോഡിക് ആണെങ്കിൽ ഫോറിയർ ട്രാൻസ്ഫോമും ആണ് നമുക്ക് എഴുതാൻ കഴിയുക. അപ്പോൾ എന്താണ് പീരിയോഡിക് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എഫ് ഓഫ് എക്സ് പ്ലസ് പിയുടെ ആൻസർ എഫ് ഓഫ് എക്സ് തന്നെ വരും. എക്സിനോട് പി ആഡ് ചെയ്താലും ഫംഗ്ഷൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യില്ല. എന്ന് പറഞ്ഞാൽ പി ഡിസ്റ്റൻസിൽ ഈ ഫംഗ്ഷൻ ഒരേ ഗ്രാഫ് തന്നെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അതായത് ഇവിടം മുതൽ ഇവിടം വരെ ഇത് എക്സും ഇത് എക്സ് പ്ലസ് പിയും ആണെങ്കിൽ എക്സിനും എക്സ് പ്ലസ് പിക്കും ഇടയിലുള്ള അതേ വാല്യൂസ് തന്നെയാണ് മറ്റ് പി ഡിസ്റ്റൻസ് പാലിക്കുന്ന ഫംഗ്ഷൻ്റെ ഡൊമെയിനിലുള്ള എലമെൻറ്റ്സിന് ഇമേജായി ലഭിക്കുക. അപ്പോൾ ഇതേ പാറ്റേൺ ആവർത്തിച്ച് വരുന്ന ഫങ്ഷൻസ്, അതാണ് പീരിയോഡിക് ഫങ്ഷൻ. ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് എല്ലാം പീരിയോഡിക് ആണ് വിത്ത് പീരീഡ് 2π. കാരണം സൈൻ എക്സിൻ്റെ ഗ്രാഫ് നിങ്ങൾക്കറിയാം. ഇതിൽ ഇവിടെ 0 to 2π വരെയുള്ള അതേ ആകൃതി തന്നെയാണ് വീണ്ടും ആവർത്തിച്ച് വന്നിട്ടുള്ളത്. അത് വേണമെങ്കിൽ ഇവിടെ നിന്ന് എടുത്താലും ഇവിടെ നിന്നുള്ളൊരു പീസ് ഇങ്ങനെ എടുത്താലും 2π ഡിസ്റ്റൻസിൽ കിട്ടുന്ന അതേ ഗ്രാഫ് തന്നെ ആയിരിക്കും അടുത്ത് വീണ്ടും 4π 2π കഴിഞ്ഞിട്ട് വരുന്ന വാല്യൂസിനും. ഇപ്പോൾ ഫംഗ്ഷൻ 2π ഡിസ്റ്റൻസിൽ ഒരേ പാറ്റേൺ ആവർത്തിച്ചുകൊണ്ടേ വരും. That functions are called periodic functions. So sin x is periodic with period 2π. അതായത് സൈൻ ഓഫ് എക്സ് പ്ലസ് 2πയുടെ ആൻസർ സൈൻ എക്സ് തന്നെയാണ്. അതുകൊണ്ടാണ് അത് പീരിയോഡിക് ആയി മാറിയത്. അതുപോലെ കോസ് എക്സും ടാൻ എക്സും എല്ലാം പീരിയോഡിക് ഫങ്ഷൻസ് ആണ് വിത്ത് പീരീഡ് 2π. പീരിയോഡിക് ഫങ്ഷൻസിൻ്റെ മറ്റൊരു പ്രത്യേകത നമ്മളിവിടെ അപ്ലൈ ചെയ്യും. ഒരു ഫങ്ഷൻ എഫ് ഓഫ് എക്സിന് പീരീഡ് പി ആണെങ്കിൽ പി മാത്രമല്ല അതിൻ്റെ പീരീഡ്, പിയുടെ മൾട്ടിപ്പിൾസിനെല്ലാം ഇതേ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. അതായത് എഫ് ഓഫ് എക്സിൻ്റെ പീരീഡ് പി ആണെങ്കിൽ 2πയും അതിൻ്റെ ഒരു പീരീഡാണ്. അതായത് എഫ് ഓഫ് എക്സ് പ്ലസ് 2π കണ്ടുപിടിച്ചാൽ എഫ് ഓഫ് എക്സ് പ്ലസ് പി എന്ന് എഴുതാം. അപ്പോൾ ഇതിനെ എക്സ് പ്ലസ് പി ഒരുമിച്ച് കണ്ടാൽ എഫ് ഓഫ് എക്സ് പ്ലസ് പിയുടെ ആൻസർ എഫ് ഓഫ് എക്സ് ആകുന്നതുകൊണ്ട് എഫ് ഓഫ് എക്സ് പ്ലസ് പിയുടെ ആൻസർ എഫ് ഓഫ് എക്സ് പ്ലസ് പിയിലോട്ട് വരും. ഇത്രയും മാത്രമേ പി ആഡ് ചെയ്ത് കൊടുത്താലും കിട്ടുള്ളൂ. അപ്പോൾ ഫംഗ്ഷൻ പീരിയോഡിക് വിത്ത് പി ആയതുകൊണ്ട് എഫ് ഓഫ് എക്സ് പ്ലസ് പിയുടെ ആൻസർ എഫ് ഓഫ് എക്സ് ആയി മാറും. ഇതുപോലെ നമുക്ക് ഏത് ഇൻറ്റിജർ ഇവിടെ കൊടുത്താലും ഇതേ ആൻസർ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. ഇതിൻ്റെ പ്രൂഫ് നിങ്ങൾക്ക് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വഴി എഴുതാവുന്നതേ ഉള്ളൂ. അടുത്ത പീരിയോഡിക് ഫംഗ്ഷൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് എഫും ജിയും രണ്ട് ഫങ്ഷൻസ് ആണ്. അതിൻ്റെ പീരീഡ് സെയിം ആണ്, പി ആണ്. അങ്ങനെയാണെങ്കിൽ അവരുടെ ലീനിയർ കോമ്പിനേഷൻ, അതായത് എ എഫ് പ്ലസ് ബി ജിയുടെ ആൻസറും അതിൻ്റെ പീരീഡും പി തന്നെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ പ്രൂഫ് എഴുതുമ്പോഴും സിമ്പിളാണ്. എ എഫ് പ്ലസ് ബി ജി ഓഫ് എക്സ് പ്ലസ് പി കണ്ടുപിടിക്കുക. അപ്പോൾ എ എഫ് ഓഫ് എക്സ് പ്ലസ് പി പ്ലസ് ബി ജി ഓഫ് എക്സ് പ്ലസ് പി എന്ന് വരും. എഫും ജിയും പീരിയോഡിക് വിത്ത്
പീരിയോഡിക് ഫംഗ്ഷൻ വിത്ത് പീരീഡ് പി ആയതുകൊണ്ട് എഫ് ഓഫ് എക്സ് പ്ലസ് പിയുടെ ആൻസറും ജി ഓഫ് എക്സ് പ്ലസ് പിയുടെ ആൻസർ എഫ് ഓഫ് എക്സ് പ്ലസ് പിയുടെ ആൻസർ എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സ് പ്ലസ് പിയുടെ ആൻസർ ജി ഓഫ് എക്സും ആയി മാറും. സോ വി ഗോട്ട് ദി ആൻസർ ആസ് എ എഫ് ഓഫ് എക്സ് പ്ലസ് പി പ്ലസ് ബി ജി ഓഫ് എക്സ് പ്ലസ് പി ഈക്വൽ ടു എ എഫ് ഓഫ് എക്സ് പ്ലസ് ബി ജി ഓഫ് എക്സ്. ഹെൻസ് എ എഫ് പ്ലസ് ബി ജി ഈസ് എ പീരിയോഡിക് ഫംഗ്ഷൻ വിത്ത് പീരീഡ് പി. ഈ പ്രോപ്പർട്ടീസ് നമ്മളിവിടെ അപ്ലൈ ചെയ്യും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ഫംഗ്ഷൻ പീരിയോഡിക് ആണെങ്കിൽ അതിന് ഫോറിയർ സീരീസ് ആയിരിക്കും ഉണ്ടാവുക. ആ ഫോറിയർ സീരീസ് എങ്ങനെയാണ് എഴുതുന്നതെന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് ദ ഡിസ്ക്രീറ്റ് സം ഓഫ് ട്രിഗണോമെട്രിക് ഓർ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻസ് വിത്ത് സ്പെസിഫിക് ഫ്രീക്വൻസീസ്. അതുപോലെ ഫോറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് പീരിയോഡിക് ആയാലും നോൺ പീരിയോഡിക് ആയാലും നമുക്ക് എഴുതാം. സോ എ ജനറൽ ഫംഗ്ഷൻ that is not necessarily periodic can be written as a continuous integral of trigonometric or exponential functions with a continuum of possible frequency. അപ്പോൾ ഫോറിയർ സീരീസ് എന്ന് പറയുമ്പോൾ അത് ട്രിഗണോമെട്രിക് ഓർ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ്റെ സം ആയിട്ട് എഴുതുകയാണ്. ഫോറിയർ ട്രാൻസ്ഫോം എന്ന് പറയുമ്പോൾ അതൊരു ഇൻ്റഗ്രലാണ്, ഇൻ്റഗ്രൽ ഓഫ് ട്രിഗണോമെട്രിക് ഓർ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻസ് വിത്ത് ദി ഗിവൺ ഫംഗ്ഷൻ. അപ്പോൾ എന്താണ് ട്രിഗണോമെട്രിക് സീരീസ് എന്ന് ചോദിച്ചാൽ, എ സീരീസ് ഓഫ് ദി ഫോം എ നോട്ട് പ്ലസ് എ വൺ കോസ് എക്സ് പ്ലസ് ബി വൺ സൈൻ എക്സ് പ്ലസ് എക്സെട്ര ഇസ് കോൾഡ് ട്രിഗണോമെട്രിക് സീരീസ്, വേർ എ നോട്ട് എ വൺ ബി വൺ എ ടു ബി ടു എക്സെട്ര ആർ കോൾഡ് കോൺസ്റ്റൻറ്റ്സ്. They are called the coefficient of the series. It is also represented as a naught plus sigma n equal to 1 to infinity a n cos nx plus b n sin nx. അപ്പോൾ ഈ സൈൻ എൻ എക്സും കോസ് എൻ എക്സും പീരിയോഡിക് ഫംഗ്ഷൻ വിത്ത് പീരീഡ് 2π ആയത് കാരണം അതിൻ്റെ സമ്മും പീരിയോഡിക് ഫംഗ്ഷൻ വിത്ത് പീരീഡ് 2π ആയിരിക്കും. അതുകൊണ്ട് ട്രിഗണോമെട്രിക് സീരീസ് ഈസ് ഓൾസോ പീരിയോഡിക് വിത്ത് പീരീഡ് 2π. അപ്പോൾ ഏതൊരു ഫംഗ്ഷനും പീരീഡ് 2π ആവുകയാണെങ്കിൽ അതിനെ ട്രിഗണോമെട്രിക് സീരീസ് യൂസ് ചെയ്തുകൊണ്ട് അപ്രോക്സിമേറ്റ് ചെയ്യാം. ആ അപ്രോക്സിമേഷനെ വിളിക്കുന്ന പേരാണ് ഫോറിയർ സീരീസ്. അറ്റ് ദാറ്റ് ടൈം ദി കോഎഫിഷ്യൻ്റ് ഓഫ് ദാറ്റ് സീരീസ് ആർ കോൾഡ് ഫോറിയർ കോഎഫിഷ്യൻസ്. അപ്പോൾ നമുക്കതിൻ്റെ പ്രൂഫ് അല്ലെങ്കിൽ ഫോറിയർ സീരീസ് അപ്രോക്സിമേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ട്രിഗണോമെട്രിക് സിസ്റ്റത്തിൻ്റെ ഒരു പ്രോപ്പർട്ടി നമുക്ക് കാണാം, ഓർത്തോഗണാലിറ്റി പ്രോപ്പർട്ടി. ദറ്റ് ഈസ് the trigonometric system sin nx and cos nx, where n element of natural number is orthogonal on the interval minus p less than or equal to x less than or equal to pi. ഈ ഇൻ്റർവെല്ലിൽ ഇങ്ങനെ തന്നെ എടുക്കണമെന്നില്ല, 2π ലെങ്ത് ഉള്ള ഏത് ഇൻ്റർവെല്ലാണോ നമുക്കിവിടെ എഴുതാം. That is the integral of the product of any two functions in the trigonometric system over that interval is 0. അപ്പോൾ ഓർത്തോഗണാലിറ്റി പ്രോപ്പർട്ടി ചോദിക്കുമ്പോൾ ഇത് മൂന്നും നിങ്ങൾ എഴുതിയാൽ മതിയാവും. ഈ എക്സ്പാൻഷൻ എഴുതണമെന്നില്ല. എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ട്രിഗണോമെട്രിക് സിസ്റ്റം വിൽ ബി ഓർത്തോഗണൽ ടു എനി ഇൻ്റർവൽ ഓഫ് ലെങ്ത് 2π എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഓർത്തോഗണാലിറ്റി പ്രോപ്പർട്ടി integral minus pi to pi cos nx into cos mx dx equal to 0, where n not equal to m. അടുത്ത ഓർത്തോഗണൽ പ്രോപ്പർട്ടി നമ്പർ 2, integral minus pi to pi sin nx into sin mx is equal to 0 for n not equal to m, and integral minus pi to pi sin nx into cos mx is equal to 0 for any n comma m. n ഈക്വൽ ആയാലും ഈക്വൽ ആയില്ലെങ്കിലും ഈ സൈൻ എൻ എക്സ് ഇൻറ്റു കോസ് എം എക്സിൻ്റെ ഇൻ്റഗ്രൽ ഇൻ ബിറ്റ്വീൻ മൈനസ് പൈ ടു പൈ ആൻസർ 0 ആയിരിക്കും. ഇതിൻ്റെ പ്രൂഫ് നോക്കാം. ഇത് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറമാണ്. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ഓർത്തോഗണാലിറ്റി പ്രോപ്പർട്ടി എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആദ്യം നമുക്ക് ഇൻ്റഗ്രൽ മൈനസ് പൈ ടു പൈ കോസ് എൻ എക്സ് ഇൻറ്റു കോസ് എം എക്സ് ഡി എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അതിനായിട്ട് സം ആൻഡ് പ്രോഡക്റ്റ് ഫോർമുല നിങ്ങൾ പ്ലസ് ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിൽ പഠിച്ച ഫോർമുല നമുക്ക് ഓർത്തെടുക്കാം. 2 cos a cos b equal to cos a plus b plus cos a minus b. അപ്പോൾ ഇവിടെ കോസ് എക്ക് പകരം എൻ എക്സ്, ബിക്ക് പകരം എം എക്സ്. അപ്പോൾ ഇവിടെ എഴുതുമ്പോൾ കോസ് എ പ്ലസ് ബി ആകുമ്പോൾ എൻ എക്സ് പ്ലസ് എം എക്സ്, അതിൽ നിന്ന് എക്സ് പുറത്തെടുത്തു.
അടുത്ത എ മൈനസ് ബി, അത് എക്സ് പുറത്തെടുത്തു, എൻ മൈനസ് എം ഇൻറ്റു എക്സ്. ഒരു 2 കൂടെ ഇവിടെ ഉള്ളതാണ്. 2 കോസ് എ കോസ് ബിക്കാണ് ഫോർമുല. അത് ഇവിടെ വരാത്തത് കാരണം 1/2 കൊടുത്തു. ദെൻ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ കോസ് എൻ പ്ലസ് എം എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് സൈൻ എൻ പ്ലസ് എം എക്സ് ഡിവൈഡഡ് ബൈ എൻ പ്ലസ് എം എന്നാണ്. ഈ ഫോർമുല അപ്ലൈ ചെയ്യണമെങ്കിൽ എൻ എമ്മിന് ഈക്വൽ ആവാൻ പാടില്ല. അതുകൊണ്ട് ഈ കണ്ടീഷൻ ഇവിടെ നമ്മൾ എഴുതി കൊടുക്കണം. അതുപോലെ ഇവിടെയും സൈൻ എൻ മൈനസ് എം എക്സ് ഡിവൈഡഡ് ബൈ എൻ മൈനസ് എം അണ്ടർ ദി ലിമിറ്റ് മൈനസ് പൈ ടു പൈ. ഇവിടെ പൈ അപ്ലൈ ചെയ്ത് കൊടുത്താൽ സൈൻ എൻ പ്ലസ് എം പൈ, പൈയുടെ ഏത് മൾട്ടിപ്പിളിനും സൈൻ എക്സിൻ്റെ വാല്യൂ 0 ആണ്. അതുപോലെ സൈൻ എൻ പ്ലസ് എം ഇൻറ്റു സൈൻ എൻ പ്ലസ് എം ഓഫ് മൈനസ് പൈ കൊടുത്താലും സൈനിൻ്റെ ഏത് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ എടുത്താലും ആൻസർ 0 ആയത് കാരണം ഇത് 0 ആവും. അതുപോലെ ഇവിടെയും ലിമിറ്റ് 0 ആവും. സോ വി ഗോട്ട് ദി ആൻസർ 0. ഇതുപോലെ ഇൻ്റഗ്രൽ മൈനസ് പൈ ടു പൈ സൈൻ എൻ എക്സ് ഇൻറ്റു സൈൻ എം എക്സ് ഡി എക്സ് കണ്ടുപിടിച്ചാൽ വീണ്ടും സം ആൻഡ് പ്രോഡക്റ്റ് ഫോർമുല അപ്ലൈ ചെയ്യാണ്. 2 സൈൻ എ സൈൻ ബിയുടെ ഫോർമുല. 2 സൈൻ എ സൈൻ ബിയുടെ ഫോർമുല മൈനസ് കോസ് എ പ്ലസ് ബി മൈനസ് കോസ് എ മൈനസ് ബി എന്നാണ്. അപ്പോൾ ഇവിടെ എക്ക് വരെ എൻ എക്സ്, ബിക്ക് വരെ എം എക്സ്. അപ്പോൾ ഇവിടെ ഒരു മൈനസ് ഹാഫിൻ്റെ കുറവുണ്ട്. കാരണം ഇവിടെ 2 സൈൻ എ സൈൻ ബിക്കാണ് ഫോർമുല 1/2. അതുകൊണ്ടത് കോമ്പൻസേറ്റ് ചെയ്യാൻ 1/2 കൊടുത്തു. പിന്നെ 2 സൈൻ എ സൈൻ ബിയുടെ ഫോർമുലയിൽ മൈനസ് കോസ് എ പ്ലസ് ബി മൈനസ് കോസ് എ മൈനസ് ബി എന്നാണ് ആൻസർ വരിക. അപ്പോൾ ആ മൈനസ് കൂടെ പുറത്തിട്ടു. അപ്പോൾ കോസ് എൻ പ്ലസ് എം ഇൻറ്റു എക്സ് മൈനസ് കോസ് എൻ മൈനസ് എം ഇൻറ്റു എക്സ് ഡി എക്സ്. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ എന്നും എമ്മും ഈക്വൽ ആവാൻ പാടില്ല. ഈക്വൽ ആയാൽ എക്സിസ്റ്റ് ചെയ്യാത്ത ഫംഗ്ഷനിലേക്ക് പോവും. ഈ രീതിയിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ അതിന് വേറെ മെത്തേഡ് അപ്ലൈ ചെയ്യേണ്ടി വരും. സൈൻ എൻ എക്സ് ഇൻറ്റു സൈൻ എം എക്സിൽ എൻ ഈക്വൽ ടു എം കൊടുത്താൽ ഇവിടെ എൻ വരും. അപ്പോൾ സൈൻ സ്ക്വയർ എൻ എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അതിൻ്റെ വാല്യൂ 0 അല്ല. നമ്മൾ എൻ നോട്ട് ഈക്വൽ ടു എമ്മിന് മാത്രമാണ് ഈ ഓർത്തോഗണൽ പ്രോപ്പർട്ടി സൈൻ എൻ എക്സ് ഇൻറ്റു സൈൻ എം എക്സിന് നിലനിൽക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെയും നേരത്തെ അതേ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സൈൻ വാല്യൂ ഓഫ് any integral multiple of pi is 0. So we got the answer as 0 for both the expressions. So we got the answer as 0. Next orthogonal property is integral minus pi to pi sin nx into cos mx dx. ഇവിടെയും 2 sin a cos b എന്നുള്ള ഫോർമുല അപ്ലൈ ചെയ്യുക. 2 sin a cos b യുടെ ഫോർമുല sin a പ്ലസ് ബി മൈനസ് sin a മൈനസ് ബി എന്നാണ്. അപ്പോൾ ഇവിടെ എക്ക് പകരം എൻ എക്സ്, ബിക്ക് പകരം എം എക്സ്. ഇവിടെ 2 ഇല്ലാത്തത് കാരണം 1/2 ഇട്ട് കോമ്പൻസേറ്റ് ചെയ്തു. ദെൻ ഫോർമുല അപ്ലൈ ചെയ്തു. ദെൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എന്നിനും എമ്മിനും ഒരു റെസ്ട്രിക്ഷനും വെക്കേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ n ഈക്വൽ ടു എം ആയാൽ ഇവിടെ 0/0 ഫോമിലേക്ക് പോവില്ല. കാരണം കോസ് പൈയുടെ വാല്യൂ 0 അല്ല, -1 ആണ് കോസ് പൈയുടെ വാല്യൂ. കോസിൻ്റെ കോസ് വാല്യൂ ഓഫ് ദി ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് പൈ വിൽ ബി -1 റൈസ് ടു n എന്നാണ്. -1 റൈസ് ടു ദാറ്റ് ഇൻറ്റിജർ ആണ്. സോ അതുകൊണ്ട് നമുക്കിവിടെ റെസ്ട്രിക്ഷൻ വെക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ലാസ്റ്റ് ഫോർമുലയിൽ റെസ്ട്രിക്ഷൻ ഇല്ല. അപ്പോൾ ഇവിടെ പൈ അപ്ലൈ ചെയ്തു. അപ്പോൾ കോസ് എൻ പ്ലസ് എം ഇൻറ്റു പൈ എന്നായി. അടുത്ത് മൈനസ് പൈ അപ്ലൈ ചെയ്തു. കോസ് മൈനസ് തീറ്റയുടെ വാല്യൂ കോസ് തീറ്റയ്ക്ക് തന്നെ ഈക്വൽ ആണ്. അതായത് കോസ് എൻ പ്ലസ് എം മൈനസ് പൈയുടെ വാല്യൂ കോസ് എൻ പ്ലസ് എം ഇൻറ്റു പൈയുടെ വാല്യൂവിന് ഈക്വൽ ആണ്. സോ ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോവും. അതുപോലെ അടുത്ത ടേമിലും ഇതും ഇതും ക്യാൻസൽ ചെയ്ത് പോയിട്ട് ആൻസർ 0 ആവും. വേർ n ക്യാൻ ബി ഈക്വൽ ടു എം ഓർ നോട്ട് ഈക്വൽ ടു എം. അപ്പോൾ ഈ ഓർത്തോഗണൽ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തിട്ടാണ് ഫോറിയർ സീരീസും ആ ഫോറിയർ സീരീസ് അനലൈസ് ചെയ്യാനുള്ള അതിൻ്റെ ഫോറിയർ കോഎഫിഷ്യൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ദാറ്റ് ഈസ് ഗിവൺ ബൈ ഓയിലേഴ്സ് ഫോർമുല. സോ സപ്പോസ് എഫ് ഓഫ് എക്സ് ഈസ് given as a function of period 2 pi and can be represented by a series f of x is equal to a0 plus sigma n equal to 1 to infinity an cos nx plus bn sin nx. The coefficient of this series are called Fourier coefficients of f of x and is given by the Euler's formula. A0 equal to 1/2 into integral minus pi to pi f of x dx
and an equal to 1 by pi into integral minus pi to pi f of x into cos nx dx, bn equal to 1 by pi into integral minus pi to pi f of x into sin nx dx. ഇതിൻ്റെ പ്രൂഫ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആദ്യം തന്നെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു നമുക്ക് തന്നിട്ടുള്ള എ നോട്ട് പ്ലസ് സിഗ്മ എൻ ഈക്വൽ ടു 1 to infinity എ എൻ കോസ് എൻ എക്സ് പ്ലസ് ബി എൻ സൈൻ എൻ എക്സ് എടുത്തെഴുതി. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക മൈനസ് പൈ ടു പൈ. അപ്പോൾ ഇവിടെ സമ്മേഷനൊക്കെ ടേം ബൈ ടേം ഇൻ്റഗ്രേഷൻ പോസിബിൾ ആണ്. ഇവിടെ എ നോട്ട് ഇൻറ്റു വണ്ണിൻ്റെ ഇൻ്റഗ്രൽ എക്സിന് അണ്ടർ മൈനസ് പൈ ടു പൈ അപ്ലൈ ചെയ്താൽ പൈ മൈനസ് മൈനസ് പൈ ദാറ്റ് ഈസ് 2π. ഇവിടെ എത്തുമ്പോൾ കോസ് എൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ സൈൻ എൻ എക്സ് ബൈ എൻ എന്നാണ്. ഇവിടെ പൈയുടെ ടേംസ് അപ്ലൈ ചെയ്യുമ്പോൾ ഇതെല്ലാം 0 ആവും. അതുപോലെ ഇവിടെയും സൈൻ എൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് എൻ എക്സ് ആണ്. ഇവിടെ പൈ അപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് കോസ് എൻ പൈ മൈനസ് വീണ്ടും കോസ് എൻ പൈ തന്നെ വരും. കാരണം കോസ് മൈനസ് തീറ്റയുടെ വാല്യൂ കോസ് തീറ്റയ്ക്ക് ഈക്വൽ ആണ്. അപ്പോൾ ഇത് രണ്ടും 0 ആയി പോവും. ആൻസർ 2a naught പൈ എന്ന് കിട്ടുകയും ചെയ്യും. ഇതിൽ നിന്ന് a naught കണ്ടുപിടിച്ചാൽ നമ്മുടെ ഒരു ഫോർമുലയാവും 1/2π ഇൻ്റഗ്രൽ മൈനസ് പൈ ടു പൈ എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇവിടെ നിന്ന് 2π ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. അതാണ് ആൻസർ. നെക്സ്റ്റ് കൺസിഡർ ഇൻ്റഗ്രൽ മൈനസ് പൈ ടു പൈ എഫ് ഓഫ് എക്സ് കോസ് എം എക്സ് ഡി എക്സ്. അപ്പോൾ നമ്മുടെ ട്രിഗണോമെട്രിക് സീരീസിനെ കോസ് എം എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അതുപോലെ ഇൻ്റഗ്രലും സമ്മേഷനകത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ എ നോട്ട് കോസ് എം എക്സ് ഡി എക്സ് എന്നുള്ള ആദ്യ ടേം കാണും. എ എൻ കോസ് എൻ എക്സ് ഇൻറ്റു കോസ് എം എക്സ് എന്നുള്ള രണ്ടാമത്തെ ടേം കാണും. ബി എൻ സൈൻ എൻ എക്സ് ഇൻറ്റു കോസ് എം എക്സ് എന്നുള്ള മൂന്നാമത്തെ ടേമും ഉണ്ടാവും. ഈ 3 ടേമും സെപ്പറേറ്റ് ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ എ നോട്ട് കോസ് എം എക്സ്, കോസ് എ നോട്ട് ഈസ് കോൺസ്റ്റൻറ്റ്, സോ കോസ് എം എക്സിൻ്റെ ഇൻ്റഗ്രൽ സൈൻ എം എക്സ് ബൈ എം അണ്ടർ ദി ലിമിറ്റ് മൈനസ് പൈ ടു പൈ. ഇവിടെയും പൈ അപ്ലൈ ചെയ്തുമ്പോൾ ആൻസർ സൈനിൻ്റെ ഏത് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് പൈ എടുത്താലും ആൻസർ 0 ആയത് കാരണം ഇത് 0യിലേക്ക് പോകും. അത് അടുത്ത് അപ്പോൾ ആദ്യത്തെ ടേം, അതായത് ഈ ഇക്വേഷൻ നമ്പർ 1 ഈ ടേമിൻ്റെ ആൻസർ 0. ഇനി അടുത്തത് എ എൻ കോസ് എൻ എക്സ് ഇൻറ്റു കോസ് എം എക്സ് ആണ്. അപ്പോൾ നമുക്ക് കോസ് എൻ എക്സ് ഇൻറ്റു കോസ് എം എക്സിൻ്റെ വാല്യൂ എൻ നോട്ട് ഈക്വൽ ടു എം ആണെങ്കിൽ ആൻസർ 0 ആണ്. എൻ ഈക്വൽ ടു എം ആകുമ്പോൾ എന്ത് ആൻസർ കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ കോസ് എൻ എക്സ് ഇൻറ്റു കോസ് എൻ എക്സ് തന്നെ വരും എൻ ഈക്വൽ ടു എം ആകുമ്പോൾ. അപ്പോൾ അതിനെ കോസ് സ്ക്വയർ എൻ എക്സ് എന്ന് എഴുതാം. കോസ് സ്ക്വയർ എൻ എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ കോസ് സ്ക്വയർ തീറ്റയുടെ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് 1 പ്ലസ് കോസ് 2 തീറ്റ ബൈ 2. ഫോർമുല അപ്ലൈ ചെയ്തു, ഇൻ്റഗ്രേറ്റ് ചെയ്തു. 1ൻ്റെ ഇൻ്റഗ്രൽ എക്സ്, ദെൻ കോസ് 2n എക്സിൻ്റെ ഇൻ്റഗ്രൽ സൈൻ 2n എക്സ് ഡിവൈഡഡ് ബൈ 2n അണ്ടർ ദ ലിമിറ്റ് മൈനസ് പൈ ടു പൈ. ഇവിടെയും ഈ ടേം 0 ആവും. ഇവിടെ വരുമ്പോൾ എക്സിന് പൈ മൈനസ് മൈനസ് പൈ ദാറ്റ് ഈസ് 2π കിട്ടും. 2 കട്ട് ചെയ്ത് പോയാൽ ആൻസർ പൈ എന്ന് കിട്ടും. അപ്പോൾ സെക്കൻഡ് ആൻസർ, സെക്കൻഡ് ടേമിൻ്റെ സമ്മേഷൻ എക്സ്പാൻഡ് ചെയ്താൽ a1 ഇൻറ്റു കോസ് എക്സ് ഇൻറ്റു കോസ് എം എക്സ് എന്നാവും. അതിൽ എന്നും എമ്മും ഈക്വൽ അല്ലെങ്കിൽ വാല്യൂ 0 ആണ്. അതുപോലെ 2 കൊടുക്കുമ്പോഴും എന്നും എമ്മും ഈക്വൽ അല്ലെങ്കിൽ 0 ആണ്. അപ്പോൾ ഇങ്ങനെ എന്നിനും എമ്മിനും വാല്യൂ കൊടുത്ത് പോകുന്ന കൂട്ടത്തിൽ എവിടെയോ n ഈക്വൽ ടു എം ആയി മാറും. അങ്ങനെ മാറുമ്പോൾ ആ ടേം മാത്രം എ എം ഇൻറ്റു ഇൻ്റഗ്രൽ കോസ് എൻ എക്സ് ഇൻറ്റു കോസ് എൻ എക്സ് എന്ന് കിട്ടും. അതിൻ്റെ വാല്യൂ പൈ എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ബാക്കി എല്ലാ ടേംസും എന്നും എമ്മും ഡിഫറൻ്റ് ആയത് കാരണം വാല്യൂ 0 ആവും. അപ്പോൾ ഈ സമ്മേഷൻ ഏറ്റവും അവസാനം എ എം പൈ എന്നിൽ നിൽക്കും. അപ്പോൾ രണ്ടാമത്തെ ഇൻ്റഗ്രലിൻ്റെ ഇക്വേഷൻ നമ്പർ 1 രണ്ടാമത്തെ ഇൻ്റഗ്രലിൻ്റെ ആൻസറാണ് നമുക്കായത്. ഇനി മൂന്നാമത്തെ ഇൻ്റഗ്രൽ കൺസിഡർ ചെയ്യാനായിട്ട് സിഗ്മ ബി എൻ ഇൻ്റഗ്രൽ മൈനസ് പൈ ടു പൈ സൈൻ എൻ എക്സ് കോസ് എം എക്സ് ആണ്. അവിടെ ഓർത്തോഗണൽ പ്രോപ്പർട്ടി നമ്മൾ അപ്ലൈ ചെയ്താൽ സൈൻ എൻ എക്സ് ഇൻറ്റു കോസ് എം എക്സിൻ്റെ വാല്യൂ ഫോർ എനി എൻ കോമ എം ദ വാല്യൂ വിൽ ബി 0. അപ്പോൾ ഈ സമ്മേഷൻ ഏത് എന്നും എമ്മും വാല്യൂ കൊടുത്താലും ആൻസർ 0യിലേക്ക് വരും. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മിഡിൽ ടേം മാത്രമേ ഉണ്ടാവൂ, ദാറ്റ് ഈസ് എ എം പൈ. അതിൽ നിന്ന് എ എം കണ്ടുപിടിച്ചാൽ 1/π ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് പൈ ടു പൈ കോസ് എക്സ് ഇൻറ്റു കോസ് എം എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇതിൽ ഇക്വേഷൻ നമുക്കൊരു വൃത്തിയിൽ കാണാൻ എമ്മിനൊരം എൻ കൊടുത്താൽ എ എൻ ഈക്വൽ ടു 1/π ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് പൈ ടു പൈ എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് എമ്മിന് പകരം എൻ കൊടുത്ത് എഴുതിയാൽ നമ്മുടെ സെക്കൻഡ് ഫോർമുലയായി, ഓയിലേഴ്സ് ഫോർമുലയുടെ സെക്കൻഡ് ഫോർമുല.
തേർഡ് ഫോർമുല കണ്ടുപിടിക്കാൻ ഇതേ രീതിയിൽ തന്നെ എഫ് ഓഫ് എക്സിനെ സൈൻ എം എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുന്നു. ആദ്യത്തെ ടേം സെപ്പറേറ്റ് ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആൻസർ 0. രണ്ടാമത്തെ ടേം എടുത്താൽ കോസ് എൻ എക്സ് ഇൻറ്റു സൈൻ എം എക്സിൻ്റെ വാല്യൂ ഫോർ എനി എൻ കോമ എം ദ വാല്യൂ വിൽ ബി 0. സോ ദാറ്റ് സമ്മേഷൻ ഈസ് ഓൾസോ 0. മൂന്നാമത്തെ ടേം എടുക്കുമ്പോൾ സൈൻ എൻ എക്സ് ഇൻറ്റു സൈൻ എം എക്സിൻ്റെ വാല്യൂ n നോട്ട് ഈക്വൽ ടു എം ആകാത്തപ്പോൾ മാത്രം 0. സോ n ഈക്വൽ ടു എം ആകുമ്പോൾ അത് സൈൻ സ്ക്വയർ എൻ എക്സ് എന്നായി മാറും. സൈൻ സ്ക്വയർ തീറ്റയുടെ ഫോർമുല അപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് 1 മൈനസ് കോസ് 2 തീറ്റ ബൈ 2. അത് അപ്ലൈ ചെയ്തു. ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പോൾ ആൻസർ പൈ എന്ന് കിട്ടി. അപ്പോൾ ഇവിടെയും നേരത്തെ പോലെ ചെയ്താൽ ഇവിടെ ബി എം ഇൻറ്റു പൈ ബാക്കി എല്ലാ വാല്യൂസും 0 ആവും. അതിൽ നിന്ന് ബി എം ഇവാലുവേറ്റ് ചെയ്തു. നമുക്ക് നമ്മുടെ ഫോർമുലയുടെ വൃത്തിക്കായി എമ്മിനെ മാറ്റി എൻ എഴുതി. സോ ബി എൻ ഈക്വൽ ടു 1 ബൈ പൈ ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് പൈ ടു പൈ എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ എക്സ് ഡി എക്സ് എന്നായി മാറും. അപ്പോൾ ഈ ഫോർമുലാസ് 3 ഓയിലേഴ്സ് ഫോർമുല 3 നമ്മൾ മനഃപ്പാടമാക്കണം. അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് അടുത്ത ക്ലാസ്സിൽ. താങ്ക് യു.